सन्निहितो प्रविष्टवपुषा साक्षीति गीतो भवान् भेदैस्तां प्रतिबिम्बतो विविशिवान् जीवोऽपि नैवापर कालादिप्रतिबोधिताध भवता सञ्चोदिता च स्वयं माया सा खलु बुद्धितत्त्वमसृजद्योऽसौ महानुच्यते माया सन्निहितो प्रविष्टवपुषा साक्षीति गीतो भवान् भेदैस्तां प्रतिबिम्बतो विविशिवान् जीवोऽपि नैवापर कालादिप्रतिबोधिताध भवता सञ्चोदिता च स्वयं माया सा खलु बुद्धितत्त्वमसृजद्योऽसौ महानुच्यते മായാസന്നിഹിത അപ്രവിഷ്ടവപുഷാ സാക്ഷീതി. മായയ്ക്ക് ഭഗവാൻ കൊടുത്ത ചലനാത്മികമായ പ്രചോദനം ത്രിഭുവനങ്ങളായിട്ട് മാറി. ഭഗവാൻ കൊടുത്ത ആ പ്രചോദനം കൊണ്ട് ത്രിഭുവനങ്ങൾ സാത്വിക രാജസ താമസ ഗുണങ്ങളുടെ അടിസ്ഥാനമനുസരിച്ചാണ് ഇതാ ഉണ്ടായത്. ആ ഉണ്മയുടെ ഭാവമാറ്റങ്ങൾ ഇവിടെ നടക്കാൻ ഭഗവാൻ സാക്ഷിയായിട്ട് നിന്നു. സാക്ഷീതി. വെള്ളം ചലിക്കുമ്പോൾ ആകാശത്ത് സാക്ഷിയായിട്ടൊരു സൂര്യനുണ്ട്. ആ സൂര്യൻ്റെ പ്രതിബിംബം വെള്ളത്തിൽ എത്ര പാത്രങ്ങൾ വെച്ചാലും അതിലൊക്കെ വേറെ 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 പ്രതിബിംബിച്ച് കാണാം. സൂര്യൻ ഒന്നേ ഉള്ളൂ. പക്ഷേ വെള്ളം ചലിക്കുമ്പോൾ പ്രതിബിംബങ്ങളൊക്കെ ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, സൂര്യൻ ചലിക്കുന്നില്ല. ഇതേപോലെയാണ് ഭഗവാന്റെ ചലനം, ഭഗവാൻ ഉണ്ടാക്കുന്ന ചലനങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത്. ഭഗവാൻ നിശ്ചലനായിട്ടിരുന്നാലും സാക്ഷീതി. ജീവൻ, ഈശ്വരൻ, സാക്ഷി, ഈശ്വരസാക്ഷി, ജീവസാക്ഷി എന്നൊക്കെ സാങ്കേതിക പദങ്ങൾ കൊണ്ട് പറയുന്ന ആ ഭഗവാൻ ഇന്നത്തെ ഭാഷയിൽ രാസത്വരക വസ്തു, കാറ്റലിസ്റ്റിക് ഏജൻറ്റ് ആയിട്ട് നിൽക്കുകയാണ്. സ്വയം പ്രവർത്തിക്കാതെ മറ്റുള്ളവയെ പ്രവർത്തിപ്പിക്കുക. അതാണ് ഭഗവാന്റെ ഈക്ഷണ നോട്ടത്തിൻ്റെ ആ ക്ഷോഭിപ്പിക്കാനുള്ള ശക്തി. സൂര്യൻ ആകാശത്ത് നിന്ന് ഓരോന്നിലും പ്രതിബിംബിച്ച് ഓരോ ജലഭാവങ്ങളും ചലിക്കുമ്പോൾ സ്വയം ചലിക്കാതെ നിൽക്കുന്നു. എന്നാൽ ആ സൂര്യൻ്റെ പ്രതിബിംബം കൊണ്ട് എല്ലാ വെള്ളങ്ങൾക്കും ജലഭാവങ്ങൾക്കൊക്കെയും അതിൻ്റേതായ ചലനം അനുഭവപ്പെടുന്നുണ്ട്. മായാസന്നിഹിത അപ്രവിഷ്ടവപുസാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്ത്വാം. അങ്ങനെയാണ് ഭേദം ഉണ്ടാവുന്നത്. അഭേദനായ ഭഗവാന് ഭേദം ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നു. ബിംബസ്വരൂപനായ ഭഗവാൻ പ്രതിബിംബിച്ചു എന്ന് നമുക്ക് തോന്നുന്നു. കാലാതീതനായ ഭഗവാൻ കാലകർമ്മ ഗുണങ്ങൾക്ക് അടിമയായി എന്ന് നമുക്ക് തോന്നുന്നു. ആ മാറ്റത്തിനാണ് ഇവിടെ സൃഷ്ടിയുടെ വൈഭവം, മായാവൈഭവം, ലീലാവൈഭവം എന്നൊക്കെ പറയണത്. കാലം, കർമ്മം, ഗുണങ്ങൾ എന്നീ ക്രമം ഈ സൃഷ്ടിയുടെ വൈഭവങ്ങളെപ്പറ്റി പറയുമ്പോൾ പ്രത്യേകമായിട്ട് പറയും. കാലാദിപ്രതിബോധിതോഥ ഭവതാ. കാലാദിപ്രതിബോധിത. പ്രതിബോധനം, കാലം എന്ന പ്രതിബോധനം, കർമ്മം എന്ന പ്രതിബോധനം, ഇങ്ങനെ ഓരോന്നും ഭഗവാന്റെ പ്രതിബോധനമാണ്. ആദ്യം പറഞ്ഞ രീതിയിൽ സ്വയം പ്രവർത്തിക്കാതെ ബോധന ശക്തി കൊണ്ട് പ്രതിബോധിപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുക. ആ കാലശക്തി ഏതൊക്കെയായിട്ട് മാറി, ആ കർമ്മശക്തി ഏതൊക്കെയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, അതൊക്കെ ഈ ശ്ലോകങ്ങളിൽ കൂടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. മായാസാഖലു ബുദ്ധിതത്വമസൃജൽ യോസൗ മഹാനുച്യത്തെ. കാലം, കർമ്മം, ഗുണം എന്ന് പറയുമ്പോൾ സാത്വിക ഗുണം, രാജസ ഗുണം, താമസ ഗുണം
ഈ 3 ഗുണങ്ങളാവാൻ വേണ്ടി ആദ്യം ഭഗവാന്റെ പ്രതിബോധശക്തിയെ അഹം ബോധമാക്കി വെച്ച് അതിതാ മഹത്തത്വമാക്കി മാറ്റി. അപ്പോൾ അഹംബോധത്തിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി എന്നുവരെ പറഞ്ഞു വെച്ചു. ഇനി ഈ അടിസ്ഥാനമായ മഹത്തത്വം ഭഗവാന്റെ ചിൽ പ്രകാശ ശക്തി, അതാണ് അടുത്ത സാത്വിക രാജസ താമസ ഭാവങ്ങളിൽ കൂടെ വിവിധാകാരമായിട്ട് ഇതാ മാറുന്നത്.